ശാന്തി 17/4/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഈ ആത്മീയ ഹോസ്പിറ്റൽ നിങ്ങളെ പകുതി കൽപ്പത്തേക്ക് എവർ ഹെൽത്തി ആക്കി മാറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾ ആത്മ അഭിമാനിയായി ഇരിക്കൂ. ബാബ പറയുന്നു, ഇത് ആത്മീയ ഹോസ്പിറ്റലാണ്. ആത്മീയ ഹോസ്പിറ്റൽ എന്നാൽ ആത്മാവിനെ ആരോഗ്യവാനാക്കുന്ന ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ എന്ത് രോഗമാണോ ഉള്ളത് അതിനെ മാറ്റിയെടുക്കാൻ നോക്കുന്നു. അതുകൂടാതെ ഇനി രോഗമൊന്നും വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള പഥ്യവും അതായത് പ്രിക്കോഷനും എടുക്കുന്നു. ഈ ആത്മീയ ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെയാണ്. എന്ത് രോഗമാണോ നമ്മൾ ആത്മാവിൽ ഇത്രയും നാളായി, കഴിഞ്ഞ 63 ജന്മങ്ങളായി പിടിച്ചിട്ടുള്ളത്, ആ രോഗങ്ങളെല്ലാം ഭേദപ്പെടുത്തുന്നു. അതുകൂടാതെ ഇനി അങ്ങോട്ട് രോഗമൊന്നും വരാതിരിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്, ആ പഥ്യവും നാം എടുക്കുന്നു. ആ പഥ്യമാണ് ആത്മ അഭിമാനി ആയിരിക്കൂ. ബാബയുടെ ഓർമ്മയിലൂടെ കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തു പാപമാണോ ബാക്കിയുള്ളത് അത് നശിക്കുന്നു. ആത്മ അഭിമാനി ആയിരിക്കുന്നതിലൂടെ ഇനി അങ്ങോട്ട് രോഗം വരാതെയും ഇരിക്കുന്നു. കുറഞ്ഞത് 2 യുഗങ്ങളിലേക്കായി. അതിനാൽ ബാബ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ആത്മീയ ഹോസ്പിറ്റലിൽ നാം എവർ ഹെൽത്തി ആവാൻ വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ആത്മാഭിമാനിയായി ഇരിക്കണം. ചോദ്യം: ജോലി തുടങ്ങിയവ ചെയ്തുകൊണ്ടും ഏത് ഡയറക്ഷൻ ബുദ്ധിയിൽ ഓർമ്മ ഉണ്ടായിരിക്കണം? ഉത്തരം: ബാബയുടെ ഡയറക്ഷനാണ്. നിങ്ങൾ ഒരു സാകാരിയെയോ ആകാരിയെയോ ഓർമ്മിക്കരുത്. ഒരു ബാബയുടെ ഓർമ്മയുണ്ടെങ്കിൽ വികർമ്മം വിനാശമാകും. ഇതിൽ ആർക്കും പറയാൻ സാധിക്കില്ല സമയമില്ല എന്ന്. എല്ലാം ചെയ്തുകൊണ്ടും ഓർമ്മയിലിരിക്കാൻ സാധിക്കും. ഈ നാടകത്തിൻ്റെ അവസാന സമയത്ത്, കലിയുഗ അന്ത്യത്തിൽ, നമുക്ക് എല്ലാവർക്കും ലൗകിക ഉത്തരവാദിത്വങ്ങളുമുണ്ട്, എന്നാൽ അലൗകിക ഉത്തരവാദിത്വങ്ങളുമുണ്ട്. ഇവയെല്ലാം നിറവേറ്റിക്കൊണ്ടും ഏത് കാര്യമാണ് എപ്പോഴും ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടത്? ബാബ പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ. എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ബാബയെ ഓർമ്മിക്കണം. ഒരു സാകാരിയായ മനുഷ്യനെയോ അല്ലെങ്കിൽ ആകാരിയായ ഫരിഷ്തയെയോ നാം ഓർമ്മിക്കണ്ട. ബാബയെ മാത്രം ഓർമ്മിക്കണം. ജ്യോതി ബിന്ദുവായ ബാബയെ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം, ബാബയെ ഓർമ്മിക്കണം. അല്ലെങ്കിൽ സ്വയം ബ്രാഹ്മണ ആത്മാവെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഫരിഷ്തയെന്ന് മനസ്സിലാക്കി, ബാബ എന്ത് സ്വമാനമാണോ നമുക്ക് തന്നിട്ടുള്ളത് അവ ഓർമ്മിച്ച് ആ ഒരു സ്ഥിതിയിൽ ഇരിക്കണം. ആത്മാഭിമാനിയാകുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്യണം. ഇവയെല്ലാം ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേക സമയം കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റുമ്പോഴും നാം ബാബയെ ഓർമ്മിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെയാണ് നമ്മളുടെ വികർമ്മം വിനാശമാകുന്നത്. വികർമ്മം 63 ജന്മങ്ങളിലേത് ഉണ്ട്. അവയെല്ലാം പൂർണ്ണമായും തീരണം. അതുപോലെ വരാനുള്ള കൽപ്പത്തിലേക്ക് സമ്പാദിക്കുകയും വേണം. അതിന് ബാബയുടെ ഓർമ്മയാണ് ഏറ്റവും ഉത്തമം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. രൂപ് ബസന്തായി വായിൽ നിന്ന് സദാ രത്നങ്ങൾ വരണം. വളരെ വളരെ മാധുര്യമുള്ളവരാകണം. ഒരിക്കലും കല്ല്, അതായത് കടുത്ത വാക്കുകൾ വരരുത്. 2. ജ്ഞാനത്തിലും യോഗത്തിലും മികച്ചവരായി തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അന്ധരുടെ വടിയാകണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു,
നമ്മൾ രൂപ് ബസന്ത് ആകണം. ഇതിനർത്ഥം ജ്ഞാനിയും യോഗിയും ആകണം. അതായത് നമ്മളുടെ വായിൽ നിന്ന് ജ്ഞാനരത്നങ്ങളാണ് വരേണ്ടത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കടുത്ത വാക്കുകളല്ല. പിന്നെ നമ്മൾ വളരെ വളരെ മാധുര്യമുള്ളവരാകണം. അതായത് നാം നമ്മെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും നല്ലതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ദുഃഖത്തിൻ്റെയോ വേദനയുടെയോ കഷ്ടപ്പാടിൻ്റെയോ ഒരു ലാഞ്ചന പോലും ഉണ്ടായിരിക്കരുത്. എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അത് തീർച്ചയായും പുറത്തു വരും. അതിനാൽ രൂപ് ബസന്ത്, അതായത് ജ്ഞാനിയും യോഗിയും ആകണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ജ്ഞാനി യോഗിയാകുന്നതിലൂടെ സ്വയം തൻ്റെയും അതുപോലെ മറ്റുള്ളവരുടെയും മംഗളം ചെയ്യാൻ സാധിക്കും. തൻ്റെ ഭാഗ്യം ഏറ്റവും ഉയർന്നതാക്കുന്നതിന് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. 20 നഖവും ഉപയോഗിച്ച് നാം പരിശ്രമിക്കണം. അതിനോടൊപ്പം സേവാധാരിയാകണം, മറ്റുള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കണം, അന്ധരുടെ വടിയാകണം. വരദാനം: ത്രിസ്മൃതി സ്വരൂപത്തിൻ്റെ തിലകം ധാരണ ചെയ്യുന്ന സമ്പൂർണ്ണ വിജയിയായി ഭവിക്കട്ടെ. സ്വയത്തിൻ്റെ സ്മൃതി, ബാബയുടെ സ്മൃതി, ഡ്രാമയുടെ ജ്ഞാനത്തിൻ്റെ സ്മൃതി. ഈ 3 സ്മൃതികളിൽ മുഴുവൻ ജ്ഞാനത്തിൻ്റെയും വിസ്താരം അടങ്ങിയിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഇത് 3 സ്മൃതികളാണ്. ഏതുപോലെ വൃക്ഷത്തിൻ്റെ ആദ്യം ബീജമാണ്, ആ ബീജത്തിലൂടെ 2 ഇലകൾ വരുന്നു, പിന്നെ വൃക്ഷം വിസ്താരപ്പെടുന്നു. ഇതുപോലെ മുഖ്യമാണ് ബീജമായ ബാബയുടെ സ്മൃതി, പിന്നെ 2 ഇലകൾ, അതായത് ആത്മാവിൻ്റെയും ഡ്രാമയുടെയും മുഴുവൻ ജ്ഞാനം. ഈ 3 സ്മൃതികൾ ധാരണ ചെയ്യുന്നവരാണ് സ്മൃതി ഭവയുടെ, സമ്പൂർണ്ണ വിജയി ഭവയുടെ വരദാനി ആകുന്നത്. ഈ ജ്ഞാനത്തിൻ്റെ 3 മുഖ്യ പാഠങ്ങളാണ്: ഞാൻ ആത്മാവ് എന്ന പാഠം, രണ്ടാമത് ബാബ എൻ്റെ അച്ഛനാണ് എന്ന പാഠം, പിന്നെ മൂന്നാമത് ഡ്രാമയെക്കുറിച്ചുള്ള ജ്ഞാനം, അതായത് ഡ്രാമയെക്കുറിച്ചുള്ള പഠനം. ഈ 3ലും ഏറ്റവും മുഖ്യം ബാബയുടെ ഓർമ്മയാണ്. ഏതുപോലെ വിത്തിൽ നിന്ന് 2 തളിരുകൾ വരുന്നു, പിന്നെയാണ് മുഴുവൻ വിസ്താരവും വരുന്നത്. അതുപോലെ ബാബയുടെ സ്മൃതി എന്നത് വിത്തുപോലെയാണ്. ആ വിത്തിൽ നിന്ന് വരുന്ന 2 ഇലകൾ, ആദ്യത്തെ 2 ഇലകൾ പോലെയാണ് സ്വയം ഞാൻ ആത്മാവാണ് എന്ന സ്മൃതിയും ഡ്രാമയുടെ ജ്ഞാനത്തിൻ്റെ സ്മൃതിയും. ആർക്കാണോ ഈ 3 സ്മൃതികളും ഉള്ളത് അവരാണ് സ്മൃതി ഭവയുടെയും സമ്പൂർണ്ണ വിജയി ഭവയുടെയും വരദാനി ആയിത്തീരുന്നത്. സ്ലോഗൻ: പ്രാപ്തികളെ സദാ മുന്നിൽ വയ്ക്കൂ, എങ്കിൽ കുറവുകൾ സഹജമായി സമാപ്തമായി തീരും. നമ്മുടെ ഉള്ളിലെ കുറവുകളാകട്ടെ വിശേഷതകളാകട്ടെ, ഇവ വർദ്ധിക്കുന്നതിനും കുറയുന്നതിനും കാരണം നമ്മൾ തന്നെയാണ്. ഏത് കാര്യത്തിലാണോ നാം ശ്രദ്ധ കൊടുക്കുന്നത്, നമ്മുടെ ശ്രദ്ധ എവിടേക്ക് പോകുന്നുവോ അവിടെ നമ്മളിൽ നിന്ന് എനർജി പോകുന്നു. എവിടേക്കാണോ നമ്മളിൽ നിന്ന് എനർജി പോകുന്നത് അവിടം വളരുന്നു. ബാബ പറയുന്നു, ബലഹീനതയേക്കാൾ നമുക്ക് എന്താണ് പ്രാപ്തികൾ ഉണ്ടായിട്ടുള്ളത് എന്നതിൽ നാം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അത് വളരും, ബലഹീനതകൾ സമാപ്തമാകും. ഓം ശാന്തി.